മൂലം, പൂരാടം, ഉത്രാടം, ചിത്തിര, ചോതി, വിശാഖം, മകം, പൂരം, ഉത്രം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തതും എന്നാൽ അതിപ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. പലപ്പോഴും വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ഉദയം ചില രാശിക്കാരിൽ ഗുണകരമായും ചില രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ദോഷകരമായുള്ള ഫലങ്ങളായിരിക്കും നൽകുക. എന്നാൽ ഈ ജൂലൈ മാസം 2-ാം തീയതി 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെയധികം നിലനിൽക്കുകയും അതിലൂടെ ഈ വ്യക്തികളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീനം 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും സൃഷ്ടിക്കുവാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിൽ ഓരോ രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ആദ്യമായി ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ധനുരാശിയിൽ പിറന്നിട്ടുള്ള മിക്ക വ്യക്തികളും ഈ ജൂലൈ മാസത്തെ കാണുന്നത് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ്. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും അതേ രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളാൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ദിവസവും നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ്. അത്തരത്തിൽ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും പൂർത്തീകരണം കാണുവാൻ കഴിയുന്ന സമയം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരിൽ പല ആളുകളും നിങ്ങളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം നിറഞ്ഞ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചും ഒരു മനസ്സമാധാനമില്ലാതെ ജീവിതം ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അതായത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നത്. വീട്ടിൽ ആർക്കും തന്നെ ഒരു സന്തോഷവും മനസ്സമാധാനവും ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ കർമ്മ മേഖലകളിൽ ഒരു ഉയർച്ച കാണുവാൻ കഴിയാതെ ധനുരാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം കൊണ്ട് കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുവാൻ പോയിട്ട് നിങ്ങളുടെ കടം വീട്ടുവാൻ പോലും തികയുന്നില്ല. എന്നാൽ ഈ ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം വളരെയധികം ശുഭകരമായ കാര്യങ്ങളായിരിക്കും മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുവാനും അതിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കാണുവാനും കഴിയുന്ന സമയമായിരിക്കും ഇത്. മാത്രമല്ല ഈ ജൂലൈ 2-ാം തീയതി ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക്
ചില അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുകയും അതുപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് കൈവരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മാനസികമായും ശാരീരികമായും വളരെ മികച്ച അനുഭവങ്ങളായിരിക്കും ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ ഈ ഒരു ദിവസം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വിട്ടുമാറാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുപോലെ തന്നെ ധനുരാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാനും പോകുന്ന സമയം കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളിൽ ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ചില മംഗളകാര്യങ്ങൾ നടക്കുകയും ചില മംഗളകരമായ കാര്യങ്ങളുടെ തുടക്കമെന്നോണമുള്ള ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ച് വിവാഹം, വീട് പണി, പുതിയ വാഹനം, പുതിയ ബിസിനസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ശമനം കാണുവാനും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ജൂലൈ മാസത്തിൻ്റെ തുടക്കമായ ജൂലൈ 2-ാം തീയതി ബുധനാഴ്ചയോടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ചില കാര്യങ്ങൾ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം കാണുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഈ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒറ്റപ്പെടലുകളും മനസ്സ് തകർന്ന തരത്തിലുള്ള അവസ്ഥകളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഒരു കാലത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായിരുന്നവരായിട്ട് പോലും ജീവിതത്തിൽ എവിടെയോ വെച്ച് അതെല്ലാം കൈമോശം വന്നു പോയ ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചില തുലാം രാശിക്കാരാവട്ടെ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെ ജീവിതത്തിൽ കഷ്ടതകൾ മാത്രമാണ് അനുഭവിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും മാറി മാറി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളും നിങ്ങളെ നട്ടം തിരിക്കുകയാണ്. എന്നാൽ വ്യാഴം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മേൽഗതി കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായതും നേടിയെടുക്കുവാൻ കഴിയാതിരുന്നതുമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് നിങ്ങളെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശമനം കാണുവാനും ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നം എന്ന പോലെയുള്ള ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ചില ദൂരയാത്രകൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം എന്തായിരുന്നാലും അതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഫലം കാണുവാൻ കഴിയുകയും ചെയ്യും.
അതോടൊപ്പം തന്നെ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച നിങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുത്തു തീർക്കുവാനുള്ള പണം മുഴുവനായി കൊടുത്തു തീർക്കുവാൻ കഴിയുകയും അത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസ്സമാധാനത്തിന് കാരണമാവുകയും ചെയ്യും. നിങ്ങൾക്ക് കടം വീട്ടുവാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ വരുമാന സ്രോതസ്സിന് വർധനവുണ്ടാവുകയും ജീവിതത്തിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സ്വന്തമായി നേടിയെടുക്കുവാനുള്ള യോഗവും ഈ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീട് പണിയൊക്കെ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വീട് പണി പുനരാരംഭിക്കുവാനും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളിൽ വളരെയധികമാണ് നിലനിൽക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളോട് പ്രത്യേകം പറയുവാനുള്ള ഒരു കാര്യം, ഈ ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മടിച്ചു നിൽക്കാതെ ആ ദൗത്യം ഏറ്റെടുക്കുക തന്നെ വേണം. ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത്. ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവും ഈ ഒരു സമയത്ത് നിങ്ങളിൽ വളരെയധികമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മൂന്നാമതായി വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം നിലനിൽക്കുന്ന ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളും ജീവിത നേട്ടങ്ങളും കരസ്ഥമാക്കുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ പല വിധമായിരിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതകളിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യായം കാണുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെയാണ്. അതായത് ചിങ്ങം രാശിക്കാരിൽ ഭൂരിഭാഗം പേരും ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ലാത്തവരും വരുമാനം എന്ന് പോലും പറയുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജോലി കണ്ടെത്തുവാൻ ഇതുവരെ കഴിയാത്തവരും നിരവധിയാണ്. കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും വരുമ്പോൾ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ് നിങ്ങളിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ സന്തോഷിക്കുവാനായി ഒരു കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുമാത്രമല്ല, ചില വ്യക്തികളുടെ കണ്ണീരും പ്രാക്കുമൊക്കെ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ്. ശാപവാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വ്യാഴം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ശാപവാക്കുകൾ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളെ തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട ചില തലങ്ങളിലേക്ക് മാറുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ വ്യാഴം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാരിൽ മംഗല്യ സൗഭാഗ്യം വരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ കഴിയും. ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവുകയും ചെയ്യുന്ന തരത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക്
മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില നേട്ടങ്ങൾ കാണുവാനും മക്കളിലൂടെ കുടുംബം രക്ഷപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോവുകയാണ്. ഒപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് നിലനിൽക്കുക. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടും വസ്തു സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജൂലൈ മാസം 2-ാം തീയതി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം 2-ാം തീയതി എന്ന് പറയുന്നത് ജീവിതത്തിൽ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുന്ന ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.